അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ബറാത്ത് നോമ്പിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അന്ന് എനിക്ക് കാറ്ററിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളും അതേപോലെ തന്നെ നമ്മളെ നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവെക്കുക. വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അത് ഞാൻ പ്രത്യേകം പറയുന്നത്, ചില കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കാറ്ററിംഗ് ഉണ്ട് എന്നുള്ളത്. അപ്പം നമുക്ക് ബീഫ് ബിരിയാണിക്കാണ് കേട്ടോ ഓർഡർ കിട്ടിയിട്ടുള്ളത്. 2 കിലോ ബീഫ് ബിരിയാണിക്കുള്ള ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബീഫൊക്കെ ബാബു രാവിലെ തന്നെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ രാവിലെ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും നോമ്പാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടിക്ക് വരെ നോമ്പുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബീഫ് എടുത്തിട്ട് കഴുകി വെച്ചതൊക്കെ. ബീഫ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതേനി രാവിലെ കൊണ്ടുവന്നപ്പോൾ. അങ്ങനെ ബീഫൊക്കെ കഴുകി വെച്ച് പിന്നെ അതിലത്തെ ബ്ലഡും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ബീഫ് വെന്ത് കഴിഞ്ഞാൽ ബീഫ് ബിരിയാണിക്ക് ഈസിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കണതല്ലേ ബീഫ് ബിരിയാണിയൊക്കെ. ഏത് ബിരിയാണി അപ്പോൾ നമ്മൾ ഉണ്ടാക്കലുണ്ടല്ലോ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ആദ്യം ബീഫ് വേവിച്ചെടുക്കുകയാണ് കുക്കറിലിട്ടിട്ട്. ബീഫ് കഴുകി വെച്ചിട്ട് ആ വെള്ളമൊക്കെ നല്ലോണം ചോർന്നതിന് ശേഷം വേണം കേട്ടോ നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ തിളച്ച് ചിന്തിയിട്ട് ഇതിലത്തെ നെയ്യും കാര്യങ്ങളൊക്കെ പുറത്ത് പോകും. അപ്പോൾ ഇത് നിറയെ ഉണ്ടേനും എന്നാലും വെള്ളമൊക്കെ പോകുന്നതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് തിളച്ച് ചിന്തൊന്നും ചെയ്യൂല. ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ കറിവേപ്പിൻ്റെ ഇലയും ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളെ ചാനലിൽ ബിരിയാണിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാടുണ്ടാവും. നമ്മളിങ്ങനെ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുക്കണതല്ലേ. എന്നാലും ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാനുള്ള ടിപ്സും ട്രിക്കൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുവെക്കണം. അപ്പോൾ ഞാൻ ബീഫ് ഇവിടെ കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് മക്കളൊക്കെ നോമ്പ് നോറ്റതല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിന് ഞാൻ. അപ്പോൾ പൊക്കവടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. പൊക്കവടക്ക് നല്ല ടേസ്റ്റ് കിട്ടാനുള്ള ടിപ്സൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗളിക്ക് ഒരു ചെറിയൊരു സവാള എടുത്തിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ അരിഞ്ഞ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അതേപോലെ തന്നെ 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട് ഞാൻ. ആ ഒരു സെയിം അളവ് തന്നെയാണ് കേട്ടോ കടലമാവും ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1/2 കപ്പാണ്, അതുകൊണ്ട് ഞാൻ 2 കപ്പേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടലമാവ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ മസാല ബീഫ് മസാലയൊക്കെ ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്താലും മതി കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊക്കവടക്ക് നല്ലൊരു സോഫ്റ്റും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് ചിക്കൻ കറിയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ പക്കവട അല്ലെങ്കിൽ ബീഫ് പക്കവട ഒക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ചിക്കനും ബീഫൊന്നും ഇല്ലാത്ത ടൈമിൽ ചിക്കൻ കറി എന്തെങ്കിലുമൊക്കെ തലേ ദിവസത്തൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് നല്ലത് വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അകത്തൊന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഞാനൊരു കയ്യിൽ ചിക്കൻ കറി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പൊക്കവടക്ക്. ഇനിയിപ്പോൾ ചിക്കൻ കറി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ബീഫ് കറി ഉണ്ടെങ്കിൽ കുറച്ച് ബീഫ് കറി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പൊക്കവടക്ക് വരിക. എന്നിട്ടൊക്കെ കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പൊക്കവടൻ്റെ മാവ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരു നുള്ള് അപ്പസോഡ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് അപ്പസോഡ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഈ മാവ് കൂട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിച്ചണിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ. നമ്മൾ ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് പൊക്കവട ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിലപ്പോൾ പൊങ്ങി വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അപ്പസോഡ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. കുറച്ച് നേരത്തെ മാവ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരില്ല. കഴിഞ്ഞ ആഴ്ച റിച്ച് മോന് ഇൻ്റർവെല്ലിൻ്റെ ഗിഫ്റ്റ് കിട്ടിയ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് അവൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ട് ചോദിച്ചിരുന്നു. റിച്ച് ഇപ്പോൾ 2 മാസത്തിലധികമായിട്ടോ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ഞാൻ അവന് അവിടെ അഡ്മിഷൻ എടുത്ത സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിനി. അത് കണ്ടിട്ടും ഒരുപാട് പേര് ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിൻ്റെ അഭിപ്രായം മോന് മാറ്റമുണ്ടോ എന്തൊക്കെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനോട് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് നമുക്കൊന്ന് പോയി നോക്കാം. കണ്ടില്ലേ എത്ര നല്ല രീതിയിലാണ് റിച്ചുവിൻ്റെ ക്ലാസ് പോകുന്നത് എന്ന്.
ഇൻ്റർവെല്ലിൻ്റെ ഫൗണ്ടേഷൻ മാത്സിൻ്റെ കോഴ്സാണ് റിച്ചു ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത്. ആദ്യം ഇംഗ്ലീഷിനായിരുന്നു കേട്ടോ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടപ്പോൾ മാത്സിലേക്ക് അവനെ ക്ലാസ്സിന് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. റിച്ചുവിന് നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ക്ലാസ്സിൽ ഇരിക്കാൻ. കാരണം ഇവിടെ ഇവനെ പഠിപ്പിക്കാൻ മാത്രമായിട്ടൊരു ടീച്ചറുണ്ട്. എല്ലാ ക്ലാസ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ഇവരുടെ ക്ലാസ് എല്ലാം. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ടീച്ചറിനോട് എല്ലാ ഡൗട്ട്സും തുറന്ന് ചോദിക്കാൻ പറ്റും. ടീച്ചർമാരെല്ലാം നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് കുട്ടികൾക്കും ഇഷ്ടമാണ്. ഒരു ഫ്രണ്ട് എന്ന പോലെ മക്കളുടെ എല്ലാ ചോദ്യത്തിനും മറുപടി നൽകിക്കൊണ്ടാണ് ഇവരുടെ ക്ലാസ് എല്ലാം. പിന്നെ ഇവർ ആദ്യം ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തി അതിനനുസരിച്ചാണ് ക്ലാസ്സൊക്കെ നടത്തുന്നത്. അതായത് ഒരു 30-40 മിനിറ്റ്സ് മക്കളുമായി സംസാരിച്ച് അതിലൂടെ മക്കളുടെ പഠന നിലവാരവും അവരുടെ കഴിവുകളും പഠനത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കിയെടുത്ത് അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളും ടീച്ചേഴ്സിനെയുമാണ് ഇവർ നമുക്ക് തരാറ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദിയൊക്കെ മക്കൾക്ക് എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം അത് ശരിയാക്കിയെടുക്കാൻ ഫൗണ്ടേഷൻ കോഴ്സാണ് ഇവർ ആദ്യം നമുക്ക് തരിക. ഏത് വിഷയത്തിലാണോ മക്കൾ ബുദ്ധിമുട്ട് നേരിടുന്നത് ആ വിഷയം ഒരു 30-40 ക്ലാസ്സിനുള്ളിൽ നല്ല രീതിയിൽ അവർ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ക്ലാസ്സിനൊപ്പം സ്റ്റുഡൻസ് എൻഗേജ്മെൻറ്റ് പ്രോഗ്രാമും ഇവർ നടത്തുന്നുണ്ട്. അതിൽ മക്കൾക്ക് ഓരോ ഗെയിംസും ടാസ്കും ഒക്കെ കൊടുത്ത് അതിലൂടെ മക്കളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ മക്കൾക്ക് സ്കൂളിലെ ക്ലാസ്സുകൾക്കുള്ള ട്യൂഷനും അവരുടെ ക്ലാസ് റൂം കോഴ്സിലൂടെ നൽകുന്നുണ്ട്. 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് എല്ലാ സിലബസിലും CBSE, ICSE, കേരള സിലബസിലും ഒക്കെ ഇവർ തരുന്നുണ്ട്. അതും നമുക്ക് ആവശ്യമായ സബ്ജക്റ്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. അതായത് മാത്സിന് മാത്രമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം 1-2 സബ്ജക്റ്റ് നമുക്ക് ആവശ്യപ്പെടാം. ഇപ്പോൾ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ 10% ഓഫറും ഒക്കെ ഇവർ ക്ലാസ് റൂം കോഴ്സിലൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മൾ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയ ഇപ്പോൾ ഒരു ജോലിക്ക് നോക്കുന്നവർക്കും ഇവരുടെ ECPC കോഴ്സ് നല്ലതാണ് കേട്ടോ. +2 കഴിഞ്ഞ ആർക്കും പ്രായഭേദമന്യേ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു 1 ഇയർ കോഴ്സിൽ 6 മാസം ക്ലാസ്സും 6 മാസം ഇൻറ്റേൺഷിപ്പും ആയിട്ടാണ്. ഇത് പൂർത്തിയാക്കിയാൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റും സീഡ് സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട്. അത് വെച്ച് നമുക്ക് ഇൻ്റർവെല്ലിൽ തന്നെ 100% ജോലി ഉറപ്പ് ഇവർ നൽകുന്നുണ്ട്. അതും ഓൺലൈനായിട്ട് ക്ലാസ്സുകളും ഒക്കെ വരുന്നത്. ജോലിയും അതുപോലെ തന്നെ ഇൻ്റർവെല്ലിൽ ഓൺലൈനായിട്ട് ടീച്ചറായി അവിടെ ജോയിൻ ചെയ്യാൻ പറ്റും. സാഹചര്യങ്ങൾ കാരണം പഠിക്കാനും ജോലിക്ക് പുറത്തു പോകാനും ഒക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഒരു ECPC കോഴ്സിലൂടെ നല്ലൊരു വരുമാനമുള്ള ജോലി നേടാവുന്നതാണ്. ഇൻ്റർവെല്ലിൻ്റെ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ കൊടുക്കാം. മക്കൾക്ക് ട്യൂഷനോ അല്ലെങ്കിൽ സ്വന്തമായി നല്ലൊരു വരുമാന മാർഗ്ഗത്തിന് പറ്റിയ കോഴ്സൊക്കെ നോക്കുന്നവർ എന്തായാലും ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളമുണ്ട്, കുറച്ച് നെയ്യൊക്കെ ഉണ്ടാവും, ചിലപ്പം ചൂടുണ്ട് കേട്ടോ എപ്പോഴും ബീഫ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത്ര വെള്ളം വേണ്ട കേട്ടോ, അതൊന്ന് വറ്റി കിട്ടണം. അപ്പോൾ ഞാൻ ഗ്യാസുമ്മേൽ അത് വറ്റിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബാബു സവാളയൊക്കെ അരിഞ്ഞ് തരുന്നുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തിന് ജ്യൂസ് അടിക്കണത് പൈനാപ്പിളാണ്. അപ്പോൾ അതൊക്കെ ബാബു തൊലിയൊക്കെ കളഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ചിഞ്ചുമോള് ജ്യൂസൊക്കെ അടിച്ചോളൂ കേട്ടോ. പിന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ ഉണ്ടാക്കുന്നത് ബിരിയാണി തന്നെയാണ്. അപ്പോൾ നമ്മളത് കുക്കറിൽ ഉണ്ടാക്കാമെന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ കുട്ടികളും ബാബുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായതുകൊണ്ട് ഞാൻ അസ്രംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിക്ക് വന്നത്. അത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ തന്നെ വരും കേട്ടോ, ഇല്ലെങ്കിൽ ഒക്കെ സമയത്തിനായി കിട്ടൂല. പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പം ഒരു പറയണ കറക്റ്റ് സമയത്തിന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓരോ ഓർഡർ കിട്ടൂല കേട്ടോ.
അപ്പോൾ നമ്മളെ ഫുഡ് കൊണ്ടുപോകാൻ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വരാമെന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേന് റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഞാൻ വേഗം അടുപ്പൊക്കെ കത്തിച്ചാണ്ട് ഞാനിത് അവിടെ ചോറ് തിളപ്പിച്ചുറ്റില്ല വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ തിളപ്പിച്ചുറ്റിട്ട് തന്നെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ സവാളയൊക്കെ ബാബു അരിയുന്നുണ്ടല്ലോ. പിന്നെ നമ്മളെ ബീഫത്തെ വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് മേലും വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചതച്ചിട്ടില്ല ഇനി, അപ്പോൾ അതൊക്കെ ചതച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ. ഇപ്പോൾ ഞാൻ കാണിച്ചത് എന്താ വെച്ചാൽ ഈ പിന്നെ കസ്കസ് ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ. അത് ബിരിയാണിക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അതേപോലെ കുറച്ച് കായൊക്കെ ഉണ്ടാവും കേട്ടോ അത് ചേർത്ത് കൊടുക്കുമ്പോൾ മസാലക്ക്. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിനി. പിന്നെ അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതും കസ്കസും അരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ എടുത്തിട്ട് കസ്കസും കൂട്ടിയിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനത് രണ്ടും ഇപ്പോൾ ചേർത്തിട്ടില്ല. ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചപ്പം അതിൻ്റെ കൂടെ ഇട്ടുകൊണ്ട് ഒന്ന് പിന്നെ അരച്ചെടുത്തേക്കാണ് കേട്ടോ. അത് ഒറ്റയ്ക്ക് അരഞ്ഞ് കിട്ടൂല. പിന്നെ വെള്ളത്തിലിട്ട് പൊതിർത്തിയാൽ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് അരക്കുമ്പം അങ്ങനെയാണ് അരഞ്ഞോളും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മളെ ബീഫത്തെ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിലുണ്ട് കേട്ടോ, അതിൽ നിന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വേഗം നമ്മളെ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇവിടെ ഗ്യാസ് മേലാണ് കേട്ടോ മസാല റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ പുറത്ത് അടുപ്പിൽ മസാലയൊക്കെ റെഡിയാക്കുമ്പോഴത്തേന് ചിലപ്പോൾ സമയം വൈകും. അപ്പോൾ വെള്ളം തിളക്കുമ്പോഴത്തേന് നമുക്ക് ഇവിടെ മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനും. പിന്നെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് കുറച്ച് ഓയിൽ ഞാൻ മാറ്റി ബാക്കിയുള്ള ഓയിലേക്ക് നമുക്ക് മസാലയ്ക്കുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാബു സവാള അരിഞ്ഞ് തരുമ്പോൾ നല്ല നൈസായിട്ടാണ് കേട്ടോ അരിഞ്ഞ് തരിക. അപ്പോൾ അതുകൊണ്ട് വേഗം സവാളയൊക്കെ വാടി കിട്ടും. പിന്നെ അതാ ഞാൻ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഒന്നും ഇങ്ങോട്ട് വഴന്ന് വരട്ടെ കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. പിന്നെ ഇതാ നമ്മൾ നാരങ്ങ പിഴിയാനൊരു സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിയതൊക്കെ കാണിച്ചിട്ടില്ലേനു. അപ്പോൾ അതുകൊണ്ടാണ് ഇട്ടുന്നത് നാരങ്ങ പിഴിഞ്ഞെടുത്തത്. നല്ലോണം നീരൊക്കെ പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും കൈ കൊണ്ട് ഇങ്ങനെ നെക്കിപ്പിച്ചെടുക്കൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോൾ പിന്നെ അതുകൊണ്ട് എടുക്കുന്നുണ്ട് നീര്. പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളിയും നമ്മളെ കസ്കസൊക്കെ അരച്ചതൊക്കെ ഉണ്ടല്ലോ, പച്ചമുളകൊക്കെ അരച്ചത് അതും അതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി മസാലയും അതേപോലെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നപ്പം തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്രയാണ് അളവ് ഇങ്ങനെ ചോദിക്കൂലേ ഞങ്ങൾ, അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സവാള 1 കിലോ എടുത്തിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ മസാലയ്ക്കും അതേപോലെ തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ചോർക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് ചേർക്കുമല്ലോ അതിനൊക്കെ കൂടെ ആയിട്ട് 1 കിലോ സവാള ഉണ്ടാവും. പിന്നെ തക്കാളി ഒരു 500 തക്കാളിൻ്റെ അടുത്തുണ്ടാവും. തക്കാളി ഞാൻ കുറച്ച് അധികം ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ ബിരിയാണിക്ക്. അപ്പോൾ തക്കാളി വെന്തിട്ടില്ലല്ലോ, അപ്പോൾ തക്കാളി വെന്ത് വരാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ അതിൻ്റെ ഇടയിൽ ചിഞ്ചുമോള് ജ്യൂസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചതാണൊന്ന്. പിന്നെ പൈനാപ്പിൾ ജ്യൂസാണ്. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ നമ്മളെ മസാല ഇതാ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തക്കാളിയൊക്കെ വഴന്ന് വന്നപ്പോൾ ഞാനേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു. പിന്നെ തൈര് ചേർത്ത് കൊടുത്തു. പിന്നെ നോമ്പായതുകൊണ്ട് നമുക്ക് ഉപ്പ് നോക്കുന്ന കാര്യമാണല്ലേ ബുദ്ധിമുട്ട്. എന്നാലും ചെറുതായിട്ട് നാവിൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോയാണ്ട് നോക്കിയിട്ട് നമുക്ക് തുപ്പി കളഞ്ഞാൽ മതി കേട്ടോ. അല്ലാതെ ടേസ്റ്റ് അറിയില്ലല്ലോ. നമുക്ക് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പുറത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഉപ്പുണ്ടോ മുളകുണ്ടോ ഒക്കെ നോക്കണ്ടേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് നാവുമ്പോൾ നോക്കി. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടായിന് കേട്ടോ. പിന്നെ ഞാൻ ബീഫൊക്കെ വേവിച്ചതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളമുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കുറച്ചൊന്ന് വറ്റുകയും ചെയ്തോളും. ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ വേഗം അരിയൊക്കെ പാത്രത്തിലിട്ടിട്ട് അരിയൊക്കെ കഴുകാൻ നോക്കുകയാണ്. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടാവും ഇപ്പോൾ. അപ്പോൾ നമ്മൾ ദുൽഹാൻ എന്നുള്ള അരിയാണ് കേട്ടോ ബിരിയാണിക്ക് എടുക്കൽ. ഞാൻ ആ ഒരു അരി കൊണ്ട് തന്നെയാണ് അധികവും ബിരിയാണി ഉണ്ടാക്കൽ. നമ്മൾ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതേപോലെ അല്ല ഈ ഒരു അരി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. നല്ല അരിയാണ്. ചോറൊക്കെ വെന്താൽ അത്യാവശ്യം നല്ലോണം ഉണ്ടാവും. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അരി ഇങ്ങനെ കട്ട കെട്ടി വരും. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള അരി ഒന്നും വേവില്ല. അപ്പോൾ ബാബു ഉണ്ടായതുകൊണ്ട് ബാബുവിനോട് അത് ഇളക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ മസാലയൊക്കെ ഇതാ പിന്നെ മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വേഗം ഞാൻ ബിരിയാണി ചെമ്പക്ക് മാറ്റുകയാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ് ബിരിയാണി ഉണ്ടാക്കാൻ ഉള്ളതെന്ന് വെച്ചാൽ അപ്പം ഞാൻ വേഗം മസാലയൊക്കെ റെഡിയാക്കി ചെമ്പക്ക് ആക്കിയിട്ട് അരിയിട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ മസാല ഒന്നും റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേഗം അരി ആണ് ആദ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അരി വേറിപ്പോവുകയും ചെയ്യും. പിന്നെ അപ്പോൾ നമ്മളെ ചോറ് പറ്റ കൊളാവും കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മസാല ആദ്യം റെഡിയാക്കി നമ്മൾ ദമ്മിടാനുള്ള ചെമ്പക്കൊക്കെ ആക്കി സെറ്റാക്കിയിട്ട് വേണം കേട്ടോ പിന്നെ അരി ഇട്ട് കൊടുക്കാൻ. അരി ഇത് പച്ചരിയല്ലേ, പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ചോറ് ആദ്യം ഊറ്റിയത് ഇട്ട് കൊടുത്തു. പിന്നെ അതിക്ക് നമ്മൾ ആദ്യം സൺഫ്ലവർ ഓയിൽ കുറച്ച് മാറ്റി വെച്ചിനല്ലോ, അതാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുത്തത്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്തതും ബിരിയാണി മസാലയൊക്കെ അടിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിരിയാണി ചെമ്പിൽ 2 കിലോ ബീഫും 2 കിലോ പിന്നെ അരിയും പാകമാണ് കേട്ടോ. ഇത് 2 കിലോൻ്റെ ചെമ്പാണ്.
അപ്പോൾ അരിയൊക്കെ ഊറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തതും അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല നെയ്യ് ചേർത്തിട്ടില്ല. ഇനി നെയ്യ് നല്ലോണം കട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിന്. ഇതിപ്പോൾ നമ്മുടെ ചൂടത്ത് വെച്ചിട്ടുണ്ടായിന് പെട്ടെന്ന് ഉരുകി വരാൻ വേണ്ടിയിട്ട്. പിന്നെ നെയ്യും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഇതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പിന്നെ സവാളയൊക്കെ വറുത്തതുണ്ടല്ലോ, അത് ഏറ്റവും മേലെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് അടച്ചു വെച്ചതിൻ്റെ മേലെ കനലൊക്കെ ഇടുമല്ലോ, ആ കനലിടുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ കരിയും. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചോറ് നിരത്തി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ കരിഞ്ഞു പോകും. പിന്നെ അതാ ഞാൻ പിന്നെ ഏറ്റവും മേലെ കുറച്ച് ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നല്ല നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറൊക്കെ ഞാൻ ഊറ്റിയതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ആവിയൊന്നും പുറത്ത് പോവാതെക്കാൻ വേണ്ടിയിട്ട് മൈദ വെച്ചിട്ട് ഇതിൻ്റെ വക്കത്ത് കൂടെയൊക്കെ ഒന്ന് പിന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ചല്ല, മൈദ ഇങ്ങനെ ചുറ്റും തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടപ്പ് വെച്ചൊന്ന് അമർത്തി കൊടുത്താൽ ആവിയൊന്നും പുറത്ത് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അടുപ്പിലുള്ള പിന്നെ കനലൊക്കെ ഒന്ന് പിന്നെ നീക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നടുഭാഗത്ത് തന്നെ കനലായി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കരിയും. പിന്നെ അതേപോലെ തന്നെ ആ കല്ലും ഒന്ന് കുറച്ചങ്ങോട്ട് നീക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ ചുറ്റുഭാഗം ഓലക്കൊടി വെച്ചിട്ട് ഒന്ന് കത്തിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ചിരട്ടയൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്യുക, പക്ഷേ അതിന് നല്ല കട്ടിയുള്ള ചെമ്പാവണം, അല്ലെങ്കിൽ വേഗം എന്താ പറയുക അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓലക്കൊടി കത്തിക്കുമ്പോൾ ആ ഒരു കുഴപ്പം വരില്ല. നമ്മൾ ചെമ്പ് അലുമിനിയത്തിൻ്റെ ചെമ്പാണ് കേട്ടോ. നല്ല ബിരിയാണി ചെമ്പ് ഉണ്ടാവുമല്ലോ, കട്ടിയുള്ള ബിരിയാണി ചെമ്പ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നല്ലോണം കനലുണ്ടെങ്കിലും അതേപോലെ ചിരട്ടയൊക്കെ ഇട്ടാണ്ട് കത്തിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ ചെമ്പിന് വേഗം അടി പിടിക്കും. അതേപോലെ തന്നെ നമ്മളെ വട്ടച്ചെമ്പാണെങ്കിലും വലിയ കുഴപ്പം വരില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ കാട്ടിൽ. 3 ഭാഗത്തും ഇതേപോലെ ഓലക്കൊടി വെച്ചിട്ട് ഒന്ന് കത്തിച്ചു കൊടുക്കും. പിന്നെ നമ്മളെ അടുപ്പിൻ്റെ താഴെ ഈ ചിപ്സ് ഇല്ലേ, ചെറിയ ചിപ്സ് കല്ലില്ലേ, അതുണ്ട് കേട്ടോ. അത് നല്ലോണം പഴുത്തിട്ടുണ്ടാവും അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ കനലൊന്നും വല്ലാതെ ഇല്ല കേട്ടോ. കനലൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയപ്പോൾ കനലൊക്കെ ഉള്ളത് പോയിട്ടുണ്ട്. പിന്നെ നല്ല വിറക് കത്തിക്കുമ്പോഴാണ് നല്ല കനലുണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ നല്ല ചൂടുണ്ടാവട്ടെ. ഈ കല്ല് പഴുത്താൽ അറിയാലോ, നല്ല ചൂടേക്കാരം. അപ്പോൾ അത് ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് കോരിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി അവിടെ ദമ്മിലായി. പിന്നെ ഞങ്ങൾക്കുള്ള ബിരിയാണി കരണ്ടടുപ്പുമ്പോൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ നമ്മളെ പൊക്കവട ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനി. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. പിന്നെ പൊക്കവടൻ്റെ മാവ്, എന്തിൻ്റെ മാവാണെങ്കിലും നമ്മൾ മാവ് കൂട്ടി വെച്ച് പിന്നെ അത് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലുള്ളൂ എല്ലാ ഭാഗത്തും പിന്നെ എന്താ പറയുക എല്ലാ പൊക്കവടയും പൊങ്ങി വരുള്ളൂ. ഇതിപ്പോൾ ഒരു ഭാഗത്തു നിന്ന് തന്നെ അങ്ങനെ എടുക്കുമ്പോൾ ആ മേലെ ഭാഗം ഉള്ളത് മാത്രമേ പൊങ്ങി കിട്ടുള്ളൂ. താഴെ ഭാഗത്തിലൊക്കെ അങ്ങനെ പൊങ്ങാതെ ചപ്പി വയ്ക്കാറ് കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണം. എന്നിട്ട് വേണം അതേപോലെ സ്പൂൺ കൊണ്ട് നമ്മൾ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പൊക്കവടക്ക് ടേസ്റ്റ് കൂട്ടാൻ ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാന്നുള്ളത്. ഇത് ഞാൻ എവിടെയും കണ്ടതും ഉണ്ടായതൊന്നുമല്ല കേട്ടോ. ഞാൻ തന്നെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടാണ് ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്തത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടിട്ടോ. പിന്നെ ഈ മാവുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിടുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ ആ ഒരു ഫ്ലേവർ നമ്മളെ റിച്ച് മോന് പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ പൊക്കവടയൊക്കെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നല്ല സോഫ്റ്റും ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു മാവുക്ക് തൈര് ചേർത്ത് കൊടുത്തില്ലേ, അത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തൈര് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതേപോലെ തന്നെ ചെറിയൊരു പുളിപ്പും ഉണ്ടാവും. തൈര് ഇല്ലയെന്നുണ്ടെങ്കിൽ തൈര് ചിലപ്പോൾ നമ്മളെ കയ്യിൽ എല്ലാം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ തൈര് ഇല്ലെങ്കിൽ കുറച്ച് സുർക്ക ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, വിനാഗിരി. പിന്നെ ഒരു ചെറിയൊരു അടപ്പ് അല്ലെങ്കിൽ ചെറിയൊരു സ്പൂണ് പിന്നെ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പൊക്കവടയൊക്കെ ഏകദേശം ചുട്ട് തീരാനായിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊടുക്കാനുള്ള തൈരൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇതിൻ്റെ കൂടെ അച്ചാറല്ല കേട്ടോ കൊടുക്കുന്നത്, നമ്മളെ തേങ്ങാ ചമ്മന്തിയാണ് പിന്നെ കൊടുക്കുന്നത്. അപ്പോൾ ചിഞ്ചുമോളായിട്ടുള്ള തേങ്ങയൊക്കെ ചിരകണുണ്ട്. പിന്നെ നമ്മൾ ഐഫക്കുട്ടിക്ക് ഞാൻ നോമ്പാണെന്ന് പറഞ്ഞില്ലേ, ഐഫക്കുട്ടി പെലച്ചക്കൊക്കെ നീച്ച് രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ. ഇന്നലെ രാത്രി നെയ്യത്തൊക്കെ വെച്ച് അങ്ങനെ നോമ്പാണ് ഐഫക്കുട്ടിക്ക്. പിന്നെ ഞാൻ ഉച്ചക്ക് ടീച്ചറോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അവൾ നോമ്പ് നോറ്റിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പിന്നെ ഉച്ചക്ക് ചോറുന്നാൻ പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടീച്ചർ ചോറുന്നാനൊക്കെ പറഞ്ഞാണ്. പ്ലേറ്റൊക്കെ ഞാൻ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. ചെറിയ കുട്ടികളല്ലേ, ഓരോ കൊണ്ടൊന്നും നോമ്പ് നോക്കാനൊന്നും കഴിയൂല ഇപ്പം. പക്ഷേ കുട്ടികളാകുമ്പം ഭയങ്കര പൂതിയേക്കാരല്ലോ നോമ്പൊക്കെ നോക്കാൻ. അങ്ങനെ ഏതായാലും നോമ്പൊക്കെ മുറിച്ചിക്കണം കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സമയം. അപ്പോൾ പൊക്കവട ഉണ്ടാക്കിയപ്പോൾ ഉമ്മമാക്ക് കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ജ്യൂസൊക്കെ നമുക്ക് ഗ്ലാസ്സിലൊക്കെ ബാങ്ക് കൊടുക്കാനായിക്കണം കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. ആരും ഞാൻ നിർബന്ധിച്ച് നോമ്പ് വെക്കാൻ പറഞ്ഞതല്ല കേട്ടോ. ഒക്കെ പെലച്ചക്ക് ഞാൻ നീച്ചപ്പോൾ ചിഞ്ചുവിനെ വിളിച്ചപ്പോൾ ഓരോക്കെ
അങ്ങനെ കേട്ടാണ്ടോ എല്ലാവരും അങ്ങനെ എണീറ്റ് പോകുന്നതേനി. പിന്നെ ഞാനൊക്കെ ചെറിയ കുട്ടികളൊക്കെ അതിന് അന്ന് നോമ്പൊക്കെ നോക്കും. പക്ഷേ സ്കൂളിൽ നിന്നൊക്കെ വെള്ളം കുടിച്ച് അങ്ങനെ കുറേ നോമ്പ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അന്തം ബുദ്ധിയൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ അന്നത്തെ കുട്ടികളെ പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ പക്ക ഡീസൻ്റ് ആണ് കേട്ടോ ആ ഒരു കാര്യത്തിൽ. അങ്ങനെ ഞാൻ ചിലപ്പോൾ പറയുന്നത് ഒതുണ്ടാക്കിയപ്പോൾ വെള്ളം കുടിച്ചൊറിച്ചോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തൊരു ശീലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കണതാണ് കേട്ടോ. അപ്പോൾ ഓൻ പറയില്ല അമ്മച്ചി ഞാൻ വെള്ളമൊന്നും കുടിച്ചില്ല. അപ്പോൾ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ നമുക്കറിയാം നോമ്പ് പോറ്റ കുട്ടികളല്ലേ. ഏതായാലും അന്ന് കാണിച്ച പൊട്ടത്തരത്തിനൊക്കെ പഠിച്ചാൽ പുറത്ത് തരട്ടെ. പിന്നെ ചെറിയ കുട്ടികളാകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. നോമ്പ് നോക്കൽ നിർബന്ധമൊന്നുമില്ലല്ലോ. എവിടെ പെരിയിൽ നോമ്പ് വയ്ക്കാനും സ്കൂളിൽ നിന്നൊക്കെ കുറച്ചൊക്കെ വെള്ളമൊക്കെ കുടിക്കുകയും ചെയ്യും. അതേപോലെ ഒതുണ്ടാക്കുമ്പോൾ ഒരു 3 മുറുക്ക് വെള്ളം കുടിച്ചാൽ സുന്നത്താണല്ലോ. ആ ഒരു സുന്നത്തൊക്കെ ചെയ്യും. അപ്പോൾ നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഫുഡ് കൊണ്ടുപോകാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരിക്കൽ ഇതേപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുക്കാനാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ വേഗം ചോറ് പൊട്ടിച്ചിട്ട് പിന്നെ ഒക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ നിസ്കരിക്കാൻ പോയത്. അപ്പോൾ എനിക്ക് നോമ്പ് നോറ്റിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതേപോലെയുള്ള പണികളൊന്നും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ചൂടത്ത് നിൽക്കുമ്പോൾ ചെറിയൊരു ക്ഷീണം കുഴക്കമൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും അറിയില്ല. നമ്മൾ പിന്നെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ ഇഷ്ടമില്ലാതെ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ഷീണം കുഴക്കും പറയേണ്ടി വരില്ല അല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവലില്ല കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഞാൻ ചെമ്പുക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ അടച്ചു വെച്ചേക്കാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് ചോറ് കൊണ്ടുപോകാനുള്ളത്. ഇന്നിപ്പോൾ അലുമിനിയം ഫോയിൽ പേപ്പറൊന്നും ഇല്ല. പിന്നെ ബീഫ് ഇതേപോലെ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തേക്ക് ആക്കിയേക്കേനും പിന്നെ അതിൽ മാറ്റി കേട്ടോ. പിന്നെ കാസറോൾക്കാക്കി. ഇനിയിപ്പോൾ ചൂടാറിയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ തൈരും ചമ്മന്തിയും ഒക്കെ മേലേക്ക് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഒരു വന്ന് ഫുഡൊക്കെ കൊണ്ടുപോയിട്ടോ. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ഞാൻ ആ സമയത്ത് നിസ്കരിക്കേനി. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ എടുത്തു. കുക്കറിലേനിട്ട് നമ്മളെ ബിരിയാണി. പിന്നെ അതേപോലെ കുറച്ച് ചിക്കൻ കറി ഉണ്ടേനി തലേ ദിവസത്തത്, അതൊന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് നോമ്പ് തുറക്കാൻ. അപ്പോൾ അൽഹംദുലില്ലാ അന്നത്തെ കാറ്ററിങ്ങും അതേപോലെ തന്നെ നമ്മളെ നോമ്പ് തുറയും ഒക്കെ റാഹത്തായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.